ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗം ഭാഗക്കണക്കുകൾ. ഈ പാഠത്തിൽ നമ്മൾ പേജ് നമ്പർ 56, 57 ഈ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് 56 2 പ്രോബ്ലംസിന് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 57 പ്രോബ്ലംസാണ്. ഒരു വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ 3ാമത്തെ കണക്ക് നോക്കാം. പേജ് നമ്പർ 57 3ാമത്തെ കണക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് 3ാമത്തെ ചോദ്യത്തിന് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട, നല്ലോണം മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഒരു ടാങ്കും പൈപ്പും ഒക്കെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം വായിച്ച് നോക്കാം. ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട് അല്ലേ. 1ാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. 2ാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക, ഒരു ടാങ്ക് ഉണ്ട് അല്ലേ, ഒരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ആ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ പൈപ്പുണ്ട്. ഇത് പൈപ്പാണെന്ന് സങ്കല്പിക്കുക. 2 പൈപ്പുണ്ട്. അപ്പോൾ 1ാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ്. ഇതാണ് 1ാമത്തെ പൈപ്പ്. ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എന്ത് നിറയും? വെള്ളം നിറയും, ടാങ്ക് നിറയും. ഇനി 2ാമത്തെ കുഴൽ തുറന്ന് വെക്കുകയാണ്. അത് തുറന്ന് വെച്ചാൽ എന്ത് വേണം? 15 മിനിറ്റ് വേണം. ഓക്കെ, ഇനി 1ാമത്തെ കുഴൽ മാത്രം തുറന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? അതായത് 1ാമത്തെ കുഴൽ എന്ന് പറഞ്ഞാൽ, അതായത് 10 മിനിറ്റ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞാൽ ആ ടാങ്ക് 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗം നിറയുന്നതാണ്. സിമ്പിളല്ലേ? 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10 അല്ലേ, 10 ഓക്കെ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 1ാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? അതാണ് ആദ്യത്തെ ചോദ്യം. 10 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ മുഴുവൻ നിറയുന്നു പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 10 അല്ലേ. 10 മിനിറ്റ് കൊണ്ട് നിറയും. അപ്പോൾ 1 മിനിറ്റിൽ 10 അതായത് 10നെ നമ്മൾ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. 10നെ നമ്മൾ 10 ഭാഗങ്ങളായിട്ട് നിറയ്ക്കുക, ഇങ്ങനെ ഭാഗിക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നിറയുന്നത് എന്താണ്? 10 അല്ലേ, 10 ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2ാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? സിമ്പിൾ അല്ലേ. 15 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ മുഴുവൻ ഭാഗവും നിറയുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ 15ൽ 1 നിറയും അല്ലേ. ആ ടാങ്കിൻ്റെ 15ൽ 1. ഇപ്പം ടാങ്കിൻ്റെ ഇപ്പോൾ 2 മിനിറ്റ് ആണെച്ചാൽ 15ൽ 2 നിറയും. 3 മിനിറ്റ് ആണെച്ചാൽ 15ൽ 3 ഭാഗം നിറയും. അങ്ങനെ 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 മിനിറ്റിൽ എത്ര നിറയും? 15ൽ 15 നിറയും. അതായത് ടാങ്ക് ഫുള്ളും നിറയും. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഒരു കുറച്ച് കാൽക്കുലേഷൻസ് ആവശ്യമാണ്. 2 കുഴലുകളും തുറന്ന് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? ഇപ്പോൾ 2 കുഴലും തുറന്ന് വെക്കുകയാണ്. അപ്പോൾ എത്രയാണ് നിറയാന്നാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് കൂട്ടി നോക്കണം. അതായത് 2 കുഴലും ഒരുമിച്ച് തുറന്ന് വെച്ചാൽ 1 മിനിറ്റ് നിറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ 1ാമത്തെ കുഴൽ 1 മിനിറ്റ് നിറയ്ക്കുന്ന ഭാഗം കൂട്ടണം 2ാമത്തെ കുഴൽ 1 മിനിറ്റ് നിറയ്ക്കുന്ന ഭാഗം. അപ്പോൾ 1ാമത്തെ കുഴൽ 1 മിനിറ്റിൽ നിറയ്ക്കുന്ന ഭാഗം എത്രയാണ്? 1ാമത്തെ കുഴൽ 10ൽ 1, 2ാമത്തെ കുഴൽ 15ൽ 1. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. എന്താണ്? നമ്മൾ ആദ്യം 10ൻ്റെയും 15ൻ്റെയും പൊതുഗുണിതം കാണണം. അപ്പോൾ നമുക്ക്
10, 20, 30 എന്ന് 10ൻ്റെ എഴുതാം. 15ൻ്റെ നമുക്ക് 15, 30, 45 എന്ന് എഴുതാം. അപ്പോൾ രണ്ടിൻ്റെയും ചെറുതായ പൊതുഗുണിതം ഏതാണ്? 30 അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1/10 നമ്മൾ 30ലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? 10നെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 30 കിട്ടിയത്. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പം 3/30 കിട്ടിയതാണ് ഇവിടെ ഉള്ളത്. ഇനി അത് 1/15നെ നമുക്ക് 30 ഛേദമാക്കി മാറ്റണം. 15നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ആണ് നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ നമ്മൾ 1നെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 2/30 കിട്ടി അല്ലേ. അത് 3/30 കൂട്ടണം 2/30 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5/30 കിട്ടി. 5/30 എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊന്ന് ചെറുതാക്കിയപ്പോൾ നമുക്ക് 1/6 ഭാഗം എന്ന് കിട്ടി. ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 2 കുഴലുകളും തുറന്നു വെച്ചാണ്. 2 കുഴൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുഴൽ എന്താണ്? 10-1, രണ്ടാമത്തെ കുഴൽ 15-1. അത് രണ്ടും നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് 10നെയും 15നെയും നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ പൊതുഗുണിതമായ 30 കണ്ടെത്തി. അതായത് ഒരേപോലെയുള്ള ഛേദമാക്കി 30നെ നമ്മൾ 10ലേക്കൊക്കെ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 2ഉം ഓക്കെ. 3 + 2 5/30. ഇനി ഈ 5/30നെ നമ്മൾ ലഘൂകരിക്കാൻ എന്താ ചെയ്തത്? 5ലും 30ലും പൊതുവായിട്ട് പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. 5ലും 30ലും പൊതുവായിട്ട് പോകുന്നത് 5 തന്നെയാണല്ലേ. അപ്പോൾ 5 എത്ര പ്രാവശ്യം? 1. 30ൽ 5 എത്ര പ്രാവശ്യം? 6. അപ്പോൾ 1/6. ഓക്കെ. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. 2 കുഴലുകളും തുറന്ന് വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 കുഴലുകളും തുറന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ 1/6 മിനിറ്റാണ്. അതായത് 6ൽ 1 ഭാഗം. 1 മിനിറ്റിൽ എത്രയാണ്? 6ൽ 1 ഭാഗമാണ് നിറയുക. അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലേ. 1 മിനിറ്റിൽ 6ൽ 1 ഭാഗം നിറയും. 1 മിനിറ്റിൽ 6ആയിട്ട് ഭാഗിക്കാമെന്ന് വിചാരിക്കുക. 1 മിനിറ്റിൽ 6ൽ 1 ഭാഗം നിൽക്കും. രണ്ടാമത്തെ മിനിറ്റിൽ 6ൽ 2, മൂന്നാമത്തെ മിനിറ്റിൽ 6ൽ 3, നാലാമത്തെ മിനിറ്റിൽ 6ൽ 4, അഞ്ചാമത്തെ മിനിറ്റിൽ 6ൽ 5, ഇനി 6ാമത്തെ മിനിറ്റിൽ 6ൽ 6. 6ൽ 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ടാങ്ക് നിറയാനുള്ള. അപ്പോൾ നമുക്ക് എന്താ എഴുതുക? 6 മിനിറ്റ്. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? പേജ് നമ്പർ 57 ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് പേജ് നമ്പർ 57 പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലവർക്ക് മനസ്സിലായില്ല എന്നൊക്കെ കമൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തേണ്ടിരിക്കേണ്ടത്, നിങ്ങൾ പേപ്പറും പിന്നെ പെന്നും എടുത്ത് മാത്രം കണക്ക് ക്ലാസ്സിൽ ഇരിക്കുക. നമ്മളിങ്ങനെ വായിക്കുമ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അത് ചെയ്താൽ അത് കിട്ടും, ഇത് ചെയ്താൽ അത് കിട്ടുന്നു. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എന്നോടൊപ്പം തന്നെ ചെയ്തു പോവുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പ്രാവശ്യം മനസ്സിലായിട്ടില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് വേറെ ചാനലിൽ, അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാവരും പറയുന്നത് മനസ്സിലാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് മാത്സ് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ വീഡിയോസ് കാണുക. ഒരു പ്രാവശ്യം കണ്ടു നോക്കുക, 2 പ്രാവശ്യം കണ്ടു നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ വേറെ വീഡിയോ കാണുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.